നമുക്കിന്ന് അടുത്ത പാട്ട് നോക്കാം. പാർട്ട് 4 ഇക്കോളജിയുടെ ഇത് NCERT ടെസ്റ്റിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ആര്? ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ആര്? ടാൻസിലി എന്നയാളാണ് ആദ്യമായിട്ട് ഇക്കോസിസ്റ്റം എന്ന പദം കൊണ്ടുവന്നിരിക്കുന്നത്. ടാൻസിലി. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് ഏത് ഘട്ടത്തിലാണ് കാണുന്നത്? നമുക്ക് അവിടെ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റി നമുക്കൊരു ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് ലാഗ് ഫേസ്, ദെൻ ലോഗ് ഫേസ്, ദെൻ സ്റ്റേഷനറി ഫേസ്, ഇങ്ങനെ ഒരു നമുക്കൊരു കിട്ടാറുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം ആ ഒരു ഗ്രാഫിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ആദ്യത്തെ ഇതുവരെയുള്ള ഫേസ് ആണ് ലാഗ് ഫേസ്, ദെൻ ലോഗ് ഫേസ്, ദെൻ സ്റ്റേഷനറി ഫേസ്. അപ്പൊ ഇതിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഗ്രോത്ത് കാണുന്ന ഈ ഫേസ് ആണ് എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രോത്ത് റേറ്റ് ഒട്ടും ഇല്ലാത്ത ഈ ഫേസ് ആണ് സ്റ്റേഷനറി ഫേസ്. ഇതിന് ഉത്തരം എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫേസ് ആണ്. മൂന്നാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണം ഏറ്റവും നന്നായി നടക്കുന്ന പ്രകാശത്തിന്റെ ഏത് തരംഗദൈർഘ്യത്തിലാണ്? ഏറ്റവും കൂടുതൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, അതായത് പ്രകാശത്തിന്റെ വിവിധ തരംഗദൈർഘ്യം തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നടക്കുന്ന പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഏത് തരംഗദൈർഘ്യത്തിലാണ്? ഓപ്ഷൻ എ 450 മുതൽ 950 വരെ നാനോമീറ്റർ, പിന്നെ 340 ടു 450, സി ഓപ്ഷൻ 400 ടു 700, പിന്നെ 500 ടു 600. നമുക്കറിയാം ഇതിലെ വിബ്ജിയോർ എന്ന് വെച്ച് നോക്കുമ്പോൾ ഈ വയലറ്റ് ഏരിയ എന്ന് പറയുന്നത് ബ്ലൂ എന്ന് പറയുന്നത് ഏകദേശം 360, അതായത് 400 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഹയർ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് റെഡ് സ്പെക്ട്രം, അതായത് നമ്മുടെ റെഡ് ലൈറ്റിലാണ്. അപ്പോൾ അത് 600 നാനോമീറ്റർ. അപ്പോൾ ഏകദേശം ഇതിന്റെ ഇടയിൽ വരുന്ന ഒന്നായിരിക്കണം ആൻസർ. അപ്പോൾ അത് വരുന്നത് ഏകദേശം 400 മുതൽ തുടങ്ങുന്നത് ഇതാണ്. ഇത് 400 മുതൽ 700 വരെയുള്ളതാണ് ഏറ്റവും നന്നായി പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ലൈറ്റിന്റെ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത്. നാലാമത്തെ ചോദ്യം, വീനസ് ഫ്ലൈട്രാപ്പ് എന്ന ഒരു ചെടി മറ്റു ജീവികളെ പിടിക്കാൻ സാധിക്കുന്നത് എന്ത് മൂലമാണ്? അപ്പൊ വീനസ് ഫ്ലൈട്രാപ്പ് നമുക്കറിയാം എന്താണ്, ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിൽ വരുന്നതാണ് അല്ലെ? മറ്റ് ജീവികളെ ക്യാപ്ചർ ചെയ്ത് അവര് പോഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. കാരണം നൈട്രജൻ അവരുടെ ശരീരത്തിൽ കുറവായതുകൊണ്ട്. അപ്പൊ അതിനു വേണ്ടി അതിനെ സഹായിക്കുന്ന മെക്കാനിസം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം പെട്ടെന്നുള്ള ടർഗർ പ്രഷറിലുള്ള മാറ്റം കൊണ്ടാണ് അവർക്ക് അവരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പെട്ടെന്നുള്ള ടർഗർ പ്രഷറിലുള്ള മാറ്റം കൊണ്ട്. അഞ്ചാമത്തെ ചോദ്യം, സ്രാവിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന ചെറു മത്സ്യത്തിന് പോഷണം സ്രാവിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ ജീവനത്തെ എന്ത് പറയുന്നു? സിംബയോസിസ് ആണോ, കമൻസാലിസം ആണോ, ഇരപിടുത്തമാണോ, പരാദജീവനമാണോ? അപ്പൊ ഇവിടെ സ്രാവിന്റെ ശരീരത്തിലാണ് ഈ കുഞ്ഞു ചെറിയ മീന് അറ്റാച്ച് ചെയ്ത് കാണുന്നത്. അപ്പം സ്രാവ് കൊണ്ട് ചെറിയ മീന്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു അസോസിയേഷനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പം സ്രാവ് കഴിച്ചിട്ട് ബാക്കി കിട്ടുന്ന ഭക്ഷണമാണ് ആരെടുക്കുന്നത്? ഈ ചെറിയ മീന് എടുക്കുന്നത്. അപ്പൊ ഇതിൽ സ്രാവിന് ഇതിനെയും കൊണ്ട് യാതൊരു ഗുണവുമില്ല, അതേസമയം ദോഷവുമില്ല, ഒരു തരത്തിലുള്ള എഫക്റ്റുമില്ല. അതേസമയം ചെറിയ മീനിന് എന്താണ്? ഇതിനൊരു ഉപകാരമാണ് സ്രാവിന്റെ പുറത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഏതിന് പെടും? സിംബയോസിസ് അല്ല, കമൻസാലിസം ആണ്, ഇരപിടുത്തമല്ല, പരാദജീവനവുമല്ല. ഇതാണ് ഇതിന്റെ ഉത്തരം. അടുത്തത്, എക്സ്പോണൻഷ്യൽ വളർച്ച സൂചിപ്പിക്കുന്ന ഫോർമുല എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫ് അതുപോലെ തന്നെ പോപ്പുലേഷനിൽ വരുമ്പോൾ അവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള കർവ് പറയുന്നുണ്ട് പോപ്പുലേഷൻ ഗ്രോത്തിൽ അല്ലെ? ജെ ഷേപ്ഡ് കർവും അതുപോലെ എസ് ഷേപ്ഡ് കർവും. അതിൽ എക്സ്പോണൻഷ്യൽ വളർച്ച സൂചിപ്പിക്കുന്ന ഫോർമുല എന്താണ്? പൊതുവെ നമ്മുടെ എന്താണ് റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലെ? റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് എ പോപ്പുലേഷൻ dn/dt എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. dn/dt is equal to rate of population and the number of the organism. ഇതാണ് ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. dn/dt is equal to r into n. ഏതാണ്? dn/dt is equal to rn. ബാക്കിയല്ല ഇത് തന്നെയാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. എക്സ്പോണൻഷ്യൽ വളർച്ച സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് dn/dt is equal to rn. അടുത്ത ചോദ്യം, തണുപ്പ് കാലത്ത് ജീവികൾ നിഷ്ക്രിയമായ ഒരു ജീവിതഘട്ടത്തിലേക്ക് പോകുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. തണുപ്പ് കാലത്ത്, അതായത് വിന്റർ സീസണിൽ എക്സ്ട്രീം വിന്റർ ക്ലൈമറ്റിനെ അതിജീവിക്കാൻ വേണ്ടി ചില ജീവികൾ എന്താവും? ഒരു ഉറക്കത്തിലേക്ക് പോകും. ഒരു സ്ലീപ്പിംഗ്, ശരിക്കും അവരുടെ ഒരു അഡാപ്റ്റേഷൻ ആണ് അത് വിന്ററിനെ തരണം ചെയ്യാൻ വേണ്ടി. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എസ്റ്റിവേഷൻ ആണോ, ഹൈബർനേഷൻ ആണോ, ക്യാമോഫ്ലേജ് ആണോ, റിയാക്ഷൻ ആണോ?
അപ്പം ഇതിന് ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? തണുപ്പ് കാലത്ത് ചെയ്യുന്ന നിഷ്ക്രിയമായ ജീവഘട്ടമായതുകൊണ്ട് അതിനെ ഹൈബർനേഷൻ എന്ന് പറയും. അതേസമയം സമ്മറിലുള്ളതാണെങ്കിൽ അതിനെ എന്ത് പറയും? എസ്റ്റിവേഷൻ. എസ്റ്റിവേഷൻ എന്താണ്? സമ്മർ സ്ലീപ്പാണ്. സമ്മർ. ക്യാമോഫ്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മറ്റു ജീവികൾ ആക്രമിക്കാൻ വരുമ്പോൾ അവരുടെ ശരീരത്തിന് നിറം മാറ്റുന്ന ഒരു പ്രോസസ് ആണ്. ക്യാമിലിയോൺ പോലുള്ള ഓർഗാനിസംസ് കാണിക്കുന്ന ഒരു ഫീച്ചറാണ് ക്യാമോഫ്ലേജ്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു എൻവറോൺമെന്റിൽ, അതൊരു എൻവറോൺമെന്റിൽ ജീവിക്കുമ്പോൾ ജീവികൾ അതുമായി പ്രകൃതിയുമായി നടത്തുന്ന പ്രതിപ്രവർത്തനമാണ് റിയാക്ഷൻ. ഇതാണ് അതിന്റെ ഉത്തരം. അടുത്തത്, ഹ്യൂമസ് എവിടെ കാണപ്പെടുന്നു? അപ്പൊ നമുക്ക് സോയിലിനെ പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? പല ഹൊറൈസൺ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. എ ഹൊറൈസൺ, ഒ ഹൊറൈസൺ, ബി ഹൊറൈസൺ, സി ഹൊറൈസൺ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഹ്യൂമസ് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പൊ നമ്മൾ സോയിൽ ലെവൽ ഇങ്ങനെ താഴോട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ പുറത്തെ ഈ ഒരു ലെവലിലാണ് ആര് കാണുക? ഹ്യൂമസ് എപ്പോഴും കാണപ്പെടുന്നത്. അത് ഏതാണ്? ഔട്ടർ ആയിട്ടുള്ള, അതായത് ഓ ഹൊറൈസൺ ആണ്. പിന്നെയാണ് ആര് വരുന്നത്? ബാക്കിയുള്ള എ ബി സി എന്നുള്ള സെക്ഷൻസ് ഒക്കെ വരുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ഹ്യൂമസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഓ ഹൊറൈസൺ. ബാറ്റീഷ്യൻ മിമിക്രി എന്നത് ഏത് ജീവിയുടെ സവിശേഷതയാണ്? ബാറ്റീഷ്യൻ മിമിക്രി, മുള്ളേറിയൻ മിമിക്രി, അങ്ങനെയൊക്കെയുള്ള കുറെ തരത്തിലുള്ള, അതായത് രൂപമാറ്റം, മറ്റു ജീവികളിൽ നിന്ന് പലതരത്തിലുള്ള അവരുടെ അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് അവര് എന്താവും, രൂപമാറ്റം സംഭവിക്കുന്നുണ്ട് ചില ജീവികൾക്ക്. അപ്പൊ അത്തരത്തിലുള്ള രൂപമാറ്റമാണ് ബാറ്റീഷ്യൻ മിമിക്രി. അത് ആരാണ് ഏത് ജീവിയാണ് കാണിക്കുന്നത്? മൊണാർക്ക് ബട്ടർഫ്ലൈ എന്നൊരു ഇനമുണ്ട്. മൊണാർക്ക് ബട്ടർഫ്ലൈ ആണ് എന്ത് കാണിക്കുന്നത്? ബാറ്റീഷ്യൻ മിമിക്രി കാണിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് മൊണാർക്ക് ബട്ടർഫ്ലൈ. അതായത് മറ്റ് ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരുടെ പോപ്പുലേഷനിൽ വളരെയധികം എണ്ണം കുറയുന്നുള്ളത് കൊണ്ട് എന്താണ് അവരുടെ ബോഡിയിൽ അവർ ഒരു തരത്തിലുള്ള അഡാപ്റ്റേഷൻ കാണിക്കുന്നതാണ് ബാറ്റീഷ്യൻ മിമിക്രി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മൊണാർക്ക് ബട്ടർഫ്ലൈ. 10ാമത്തെ ചോദ്യം, കോളം 1 കോളം 2മായി യോജിപ്പിച്ച് എഴുതുക. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ലാസ്റ്റ് ചോദ്യമാണ്. കോളം 1, 2 യോജിപ്പിച്ച് എഴുതിയാൽ മതി. മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ട് ജീവികൾ തമ്മിലുള്ള അസോസിയേഷൻ ആണ്. രണ്ടു പേർക്കും എന്താണ് ഗുണം ഉണ്ടാകുന്ന ഒരു രീതിയാണ് മ്യൂച്വലിസം. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതിൽ ഒന്നാമത്തെ മ്യൂച്വലിസമായിട്ട് കണക്ട് ചെയ്യാൻ ആരാണ്? റൈസോബിയം, പയറു ചെടി, രണ്ടു പേർക്കും യൂസ്ഫുൾ ആയ ഒരു റിലേഷൻഷിപ്പാണ് അവിടെ കാണുന്നത്. ഇനി കമൻസാലിസം. കമൻസാലിസം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഗുണവും മറ്റേയാൾക്ക് ഗുണവുമില്ല, ദോഷവുമില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, സക്കർ ഫിഷും സ്രാവും. അതേ സ്രാവും ചെറിയൊരു മത്സ്യം തമ്മിലുള്ള അസോസിയേഷൻ. പരാദജീവൻ എന്ന് പറയുമ്പോൾ പാരസൈറ്റിസം. ഏതായിരിക്കും? നമ്മുടെ മൂടില്ലാത്താളി പറയുന്നത് എന്താണ്? കസ്ക്യൂട്ട അല്ലെ? കസ്ക്യൂട്ട. ഇതുപോലെ ക്രോട്ടൺസ്, നമ്മുടെ ഇലച്ചെടികളാണ് ക്രോട്ടൺസ്. അവിടെയാണ് പൊതുവെ ഒരുപാട് കാണാറുണ്ട് മൂടില്ലാത്താളി. അപ്പൊ അവർ തമ്മിലുള്ള അഡാപ്റ്റേഷൻ ആണ്. മൂടില്ലാത്താളി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ക്രോട്ടൺസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അവരൊരു പ്രത്യേകതരം സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റോറിയ. അതിലൂടെ ഇതിൽ നിന്ന് പോഷണങ്ങൾ ആഗിരണം ചെയ്യുകയും ഈ ചെടിക്ക് നാശം ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്താണ് ഇരപിടുത്തം എന്ന് വെച്ചാൽ പ്രഡേഷൻ, പ്രൈ ആൻഡ് പ്രഡേഷൻ. അത് കടുവയും മാനും. ഇതാണ് കോളം 1ഉം കോളം 2ഉം തമ്മിലുള്ള മാച്ച്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ സെഷൻ ഇക്കോളജിയിലെ. അപ്പോൾ നമുക്ക് അടുത്ത സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.